നമസ്കാരം. നമ്മുടെ നാട്ടിൽ പെട്ടെന്നാണ് ചിലർ താരങ്ങളായി വളരുന്നത്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ വലിയ കടന്നുകയറ്റം വന്നതോടുകൂടി ആർക്ക് വേണമെങ്കിലും ഒരു ദിവസം കൊണ്ട് വലിയ സ്റ്റാറായി, സൂപ്പർ സ്റ്റാറായി, പിന്നെ മെഗാ സ്റ്റാറായി, അങ്ങനെ വിലസാം എന്ന രീതിയിലാണ് നമ്മുടെ ഒരു സംസ്കാരം, നമ്മുടെ സോഷ്യൽ മീഡിയ സംസ്കാരം ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ ആരെ കണ്ടാലും പെട്ടെന്ന് തന്നെ അവരുടെ ഏത് രീതിയിൽ, അതായത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നോക്കാതെ അവരെ പെട്ടെന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ വമ്പൻ താരങ്ങളാക്കി മാറ്റാനുള്ള കഴിവ് ചില മലയാളികൾക്കുണ്ട്. അങ്ങനെ ഒരു താരമായി മാറിയ ആളാണ് അഖിൽ മാരാർ. നമുക്കറിയാം, ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ അദ്ദേഹം ആ ഒരു ഷോയിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ ആ രീതിയിൽ മുന്നോട്ട് വെക്കുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ താരമായി വളർത്താൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ വളർന്നു വന്നാൽ നന്നാവുമെന്ന് ഉദ്ദേശിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ചില മലയാളികളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കിടയിൽ ഇദ്ദേഹം വലിയ താരമായി മാറുകയും പിന്നീട് അദ്ദേഹം ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുകയും ചില ഇത്തരത്തിൽ ഓൺലൈൻ മീഡിയയിലൂടെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അറിയിക്കുകയും ആ നിലപാടുകൾ പലപ്പോഴും ഒരു സംഘപരിവാർ ചായ്വിലൂടെയാണ് അദ്ദേഹം തൻ്റെ നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് സംഘപരിവാർ ചായ്വോടുകൂടി അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പറയുമ്പോൾ സംഘികളായ ആളുകൾ അദ്ദേഹത്തെ വലിയ നേതാവായി ഉയർത്തിക്കാണുകയും പ്രധാനമന്ത്രിയെ വാനോളം ഉയർത്തുകയും അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയം വാനോളം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു താരമായി അഖിൽ മാരാറെ സംഘപരിവാർ തന്നെ വളർത്തിക്കൊണ്ടുവന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ ഈ വളർത്തിക്കൊണ്ടുവന്ന സംഘപരിവാർ ആളുകൾ തന്നെ അത്തരത്തിലുള്ള ചില നിലപാട് മാറ്റത്തിലൂടെ അഖിൽ മാരാറെ ചവിട്ടിത്തേക്കുന്ന ഈ രീതിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട്, സിന്ദൂർ അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അഖിൽ മാരാർ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെയും നമ്മുടെ രാജ്യത്തെ സൈന്യത്തെയും ഒക്കെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് അഖിൽ മാരാർ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഖിൽ മാരാറിനെ പാടെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്നുള്ള ആളുകൾ, അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികളായ ചില മാധ്യമ പ്രവർത്തകർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനം TV-യിലെ അനിൽ നമ്പ്യാർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടതാണ്. അനിൽ നമ്പ്യാർ പറയുന്നത്, സംഘപരിവാർ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന അഖിൽ മാരാർ ഇപ്പോൾ പൂർണ്ണമായും രാജ്യവിരുദ്ധനായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അഖിൽ മാരാറെ പാടെ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അനിൽ നമ്പ്യാർ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും രാജ്യത്തിനെതിരെ പറഞ്ഞ അഖിൽ മാരാർക്കെതിരെ സംഘപരിവാർ അനുകൂലികൾ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യസ്നേഹികൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ ലൈനിലുള്ള, അതായത് പ്രൊഫൈലുകളെ കുറിച്ചാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിലെ പ്രൊഫൈലുകളിൽ നിന്നാണ് ഇദ്ദേഹത്തിനെതിരെ കൂടുതലായും ആക്രമണങ്ങൾ വരുന്നത്. എന്തായാലും നിഷ്പക്ഷമായി പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഒരു യുദ്ധഭീതിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അതിൽ കൃത്യമായ നിലപാടെടുക്കാനുള്ള ധൈര്യം, അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന് തന്നെയാണ്, നമ്മുടെ പ്രധാനമന്ത്രിക്ക് തന്നെയാണ്. അദ്ദേഹം ആ ഒരു തീരുമാനമെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് രാജ്യം മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ യുദ്ധം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ സൈന്യത്തെ അവഹേളിച്ചുകൊണ്ട് ഒരാൾ രംഗത്ത് വരുന്നത് എത്ര വലിയ സ്റ്റാറായാലും, എത്ര വലിയ സോഷ്യൽ മീഡിയ താരമായാൽ അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. മാത്രമല്ല, ഇത്തരത്തിൽ ചില ഗിമ്മിക്കുകൾ കാണിച്ചുകൊണ്ട് കൊല്ലം ജില്ലയിലെ ചില മണ്ഡലങ്ങൾ മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ടാണ് അഖിൽ മാരാർ പ്രവർത്തിക്കുന്നത് എന്ന ചില ഭാഗത്തു നിന്നുമുള്ള അത്തരത്തിൽ ചില കമൻറ്റുകളും വരുന്നുണ്ട്. എന്തായാലും രാജ്യത്തെ അവഹേളിച്ചുകൊണ്ട് ഒരു നിയമസഭാ സീറ്റ് തരപ്പെടുത്താൻ അഖിൽ മാരാർ തുനിയരുത്. അത് ഇത്തരത്തിൽ അഖിൽ മാരാറിനെ പോലെയുള്ള ആളുകളെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള പ്രതികരണങ്ങൾ വരുന്നത് എന്ന് അഖിൽ മാരാർ മനസ്സിലാക്കിയാൽ നന്നാവും.